ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് വ്ളോഗ്സ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാനൊരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷോർട്സ് വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. വേറെ എവിടെയല്ല, മധുരയ്ക്കാണ് പോയത്. അവിടുത്തെ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അപ്പം മധുരയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു കാര്യമുണ്ട്. അതായത് മധുര മീനാക്ഷി ടെമ്പിൾ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, വളരെ പ്രശസ്തമായ ഒരു ടെമ്പിളാണത്. അപ്പോൾ അവിടേക്ക് പോകുക എന്നുള്ളത് ഏതൊരാളുടെ ഒരു ആഗ്രഹമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാനും ഒരുപാട് ആഗ്രഹിച്ചു കേട്ടോ. ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനും തൊഴാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ നമ്മൾ അവിടെ ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് കാണാം. കാരണം ടെമ്പിൾ സിറ്റി ആണല്ലോ മധുരൈ എന്ന് പറയുന്നത്. അപ്പോൾ കേട്ടത് സ്ഥിതിക്ക് വളരെ നല്ലൊരു സ്ഥലമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് പോയി. ട്രെയിനിൽ പോയപ്പോൾ ട്രെയിനിലെ അവസ്ഥ നമുക്കറിയാലോ. അവിടെ യഥാർത്ഥത്തിൽ ഒരു വൃത്തിയുള്ള ഒരു വാഷ്റൂം അവിടെ ഇല്ല. അത് സ്വാഭാവികമാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ. അങ്ങനെ നമ്മൾ റൂമിൽ പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി തൊഴിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് നമ്മുടെ കൂടെയുള്ള ഒരു ടീച്ചർക്ക് പെട്ടെന്നൊരു വോമിറ്റിങ്, കാരണം ഇത്രയും ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടായിരിക്കാം വോമിറ്റിങ് വന്നത്. അപ്പോൾ വാഷ്റൂം എവിടെയെന്ന് അന്വേഷിച്ച് നമ്മൾ കുറേ നടന്നിട്ടാണ് വാഷ്റൂം കണ്ടുപിടിച്ചത്. ഇപ്പോൾ പുറത്ത് 1-2 പേരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സെക്യൂരിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വാഷ്റൂം ആയിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ കയറിയപ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്, എൻ്റെ ദൈവമേ, എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയാം, അത്രയും മോശമായിട്ടുള്ളൊരു വാഷ്റൂമാണ് ഞങ്ങൾ അവിടെ കണ്ടത്. ഒരു വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് പോയിട്ട് ഒരു വെള്ളം അവിടെ ഇല്ല. ഇത്രയും പബ്ലിക്കായിട്ട് ഇത്രയും ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടെമ്പിൾ, അതായത് മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രം എന്ന് പറയുന്നത് അത്രയും ഫേമസ് ആണ്. ഒരുപാട് ജനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ദേവിയെ തൊഴുന്നതിന് വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടെ ഒരു വെള്ളം പോലും ഇല്ലാത്ത ഒരു ടോയ്ലറ്റുകളാണ് അവിടെ ഉള്ളത്. അവിടെ ചെന്നപ്പോൾ വൊമിറ്റിങ് കൂടുകയാണ് നമ്മുടെ കൂടെയുള്ള ടീച്ചർക്ക് ഉണ്ടായത്. അങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ 2-3 സ്ത്രീകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ നമ്മളോട് ചായ വയ്ക്കാനുള്ള അല്ലെങ്കിൽ ചായ കുടിക്കാനുള്ള ക്യാഷ് ചോദിച്ചു. അപ്പോൾ എന്തിനാ ഈ ക്യാഷ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് പോയില്ലേ വാഷ്റൂമിക്ക്, അപ്പോൾ അതിന് പകരം അവർക്ക് ചായ കുടിക്കാനുള്ള ക്യാഷ് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഒരു വൃത്തിയില്ലാതെ അവരവിടെ ഒന്നും ചെയ്യുന്നില്ല. ഒരു ജസ്റ്റ് വെള്ളം പോലും അവിടെ കൊണ്ട് ചെന്ന് വെക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അവർ നമ്മളോട് ക്യാഷ് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെയും എന്താ നടക്കുന്നത്, കച്ചവടം നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ശരിക്ക് വളരെ ദയനീയമാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിക്കണം, എത്ര ദൂരത്തു നിന്നാണ് ആളുകൾ അവിടേക്ക് എത്തുന്നത്. ആ സമയത്ത് അവനവൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റിയ ഒരു സ്ഥലം, ഒരു വാഷ്റൂം അവിടെ ഇല്ല എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. അതെനിക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോട്ടലിൽ പോയപ്പോൾ അവിടെ വാഷ്റൂമേ ഇല്ല. അത് നിങ്ങളത് മനസ്സിലാക്കട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ബസ് സ്റ്റാൻഡിൽ പോയി. അവിടുത്തെ വാഷ്റൂമും ഇതിനേക്കാൾ പരിതാപകരമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, തമിഴ്നാട് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, വൃത്തി അവിടെ ഇല്ല എന്നുള്ളത്. പക്ഷെ ആ ഒരു രീതി ശരിക്കും മാറ്റി തന്നെ വേണം. പ്രത്യേകിച്ച് ഇത്തരം വലിയ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രം, ആളുകൾ വരുന്ന ക്ഷേത്രത്തിലെ ശുചിമുറികൾ വൃത്തിയാക്കി സൂക്ഷിക്കുക വേണം. എങ്കിൽ മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, എല്ലാവരുടെയും കൂടി അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പക്ഷേ ഞാൻ ആരെയും കുറ്റം പറയല്ല കേട്ടോ, കാരണം എല്ലാവർക്കും പരിമിതികൾ ഉണ്ടാവാം. എന്നാലും നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെ വെള്ളമെങ്കിലും കൊണ്ടുവയ്ക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തീർക്കാവുന്നതാണ്. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ തമിഴ്നാട് സ്കീമൊക്കെ മാറിയിരിക്കുകയല്ലേ. ഇനി വിജയ് സാർ വന്ന സ്ഥിതിക്ക് നമുക്ക് പുതിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.